ഒരാളെ വേദിയിലിരുത്തിക്കൊണ്ട് പുകഴ്ത്തുക എന്ന് പറയുന്നത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് ഒരുപാട് ഞാൻ അങ്ങനെ പറയുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതിരിക്കണമെന്ന് അദ്ദേഹം ഓർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ ഇരിക്കട്ടെ. പലരും അവനവന്റെ 10ാം ക്ലാസ് കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ്സിൽ എനിക്കൊരു ഇത്തിരി മാർക്ക് കുറവായിരുന്നു. പിന്നെ അതെനിക്കൊരു വാശിയായി. ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. പലരും വിചാരിക്കുന്ന തമാശകൾക്കപ്പുറം ഞാൻ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് വിശ്വസിച്ചിട്ട് കൈയടിക്കരുത്. ഞാൻ BA മര്യാദയ്ക്ക് കോളേജിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് MA എന്ന് പറഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റായി. ഇപ്പൊ CA സിനിമ ആർട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ നിത്യവൃത്തി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതേ ഉള്ളൂ. ലോകമെന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴെന്ത് കോഴ്സ് പഠിച്ചാലാണ് ഒരു 20 വർഷങ്ങൾക്കപ്പുറം ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 200 കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരുത്തിന് സുഖമായിട്ട് ജീവിക്കാം. വ്യവസായ വിപ്ലവത്തിന് ശേഷം നമ്മൾ പലതരത്തിൽപ്പെട്ട ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുകയും അങ്ങനെയുള്ള കോഴ്സുകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ്. 20 വർഷങ്ങൾക്ക് അപ്പുറമുള്ളൊരു ലോകത്തെ കുറിച്ച് ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുക പോലും നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയും പഠനം എന്ന വിഷയത്തിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നു. ബുദ്ധി എന്നത് അതിനപ്പുറത്ത് ഏതോ ഒരു പ്രദേശത്ത് നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരേ പുസ്തകം പഠിച്ച് ഒരേ മാർക്കോട് കൂടി കുറെ എഞ്ചിനീയർമാർ ഇറങ്ങുന്നു. ലോ കോളേജിൽ നിന്ന് വക്കീലന്മാർ ഇറങ്ങുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങുന്നു. സംഗീത കോളേജിൽ നിന്ന് പാട്ടുകാർ ഇറങ്ങുന്നു. ഒരു 10 കൊല്ലത്തിനപ്പുറം നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം പഠിച്ചത് ഒരേ പുസ്തകമാണെങ്കിലും ഒരേ മാർക്കുള്ളവരെ തമ്മിൽ താരതമ്യം ചെയ്താൽ പോലും ചില ആളുകൾ അവരുടെ കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. മറ്റു ചിലർക്ക് അത്ര എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴാണ് മോണിറ്റർ വന്നത്. ഞാൻ പറഞ്ഞത് വന്നിട്ടുണ്ട്, നന്നായിരിക്കുന്നു. ഇത് നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടുന്ന പോലെയാണ്. നന്നായി. അപ്പൊ ഇനി ഞാൻ ഈ പറഞ്ഞതിൽ ഒരുപാട് പറയുന്നില്ല. നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ആത്മാർത്ഥമായി കണ്ണു തുറന്ന് കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. ഈ വിവരങ്ങളോടൊപ്പം നമ്മുടെ ബുദ്ധി കൂടി കൃത്യമായി പ്രയോഗിക്കുവാൻ നിങ്ങൾക്കാകട്ടെ. എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് ചെന്നതും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്നതും അത് പ്ലാൻ ചെയ്യുന്നതുമെല്ലാം നിങ്ങളുടെ ആ നല്ല സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചാക്കോച്ചൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് ഞങ്ങളിവിടെ എത്തിയതാണ്. കൃത്യസമയത്തല്ല, അല്പം നേരത്തെ സാലിക ഞങ്ങളോട് അങ്ങനെ പറഞ്ഞത് 1 മണിക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞു. എത്തിയപ്പോൾ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് തൊട്ടടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയതുപോലെ തോന്നുന്നത്. ശരിക്കും ഞങ്ങൾ വൈകിയില്ലായിരുന്നു. അതിനെ ഞാനും എൻ്റെ പേരിൽ കാത്തിരിപ്പിക്കേണ്ടി വന്നതിൽ നിങ്ങളോട് ക്ഷമ പറയുന്നു. ഇനി നിങ്ങളുടെ സമയത്തെ, ഇത്രയും പേരുടെ വിലയേറിയ സമയത്തെ മുഷിപ്പിക്കുന്നില്ല, ഒരുപാട് സംസാരിക്കുന്നുമില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. പ്രത്യേകിച്ച് സാലിക്കയോട് നന്ദി. വിജയിച്ച എല്ലാ മക്കൾക്കും ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. നന്ദി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് രമേശ് ചേട്ടാ. ഔദ്യോഗികമായ ഒരു ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളും ഇവിടെ നക്ഷത്ര തിളക്കം സ്വീകരിക്കാനായി എത്തിയ നമ്മുടെ വിദ്യാർത്ഥികൾക്കുമായിട്ടുള്ള പുരസ്കാരങ്ങൾ നൽകാനുള്ള സമയമാണ്. ആദ്യമായി ഈ തുടക്കത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം അവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് തെന്നിന്ത്യയുടെ പ്രിയങ്കരനായ അഭിനയ മികവിലും നൃത്തത്തിന്റെ മികവിലും ഒക്കെ നമ്മളെല്ലാവരെയും ഒരുപാട് സ്വാധീനിച്ച റഹ്മാൻക്ക് ആയിരിക്കും. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഈ പുരസ്കാരങ്ങൾ കൈമാറാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ദൃശ്യം നമ്മൾ വീഡിയോയിൽ കാണാൻ പോവുകയാണ്. ഓ ടു ദ വിഷ്വൽസ്.